യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈസ്റ്ററിൻ്റെ നല്ലൊരു ദിവസമൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. സന്തോഷമായിട്ടിരിക്കുന്നു, സമാധാനത്തോടെ ആയിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ദൈവവചനത്തിലൂടെ ഒരനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനയും ഒരു വചനവും കിട്ടുന്നത് ഒട്ടും വില കുറച്ച് കാണാൻ കഴിയില്ല. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം എത്രയോ ദുരിതങ്ങളുമാണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പലതും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത്. പല പല അനുഭവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പം ജീവിതത്തിൽ സംഭവിക്കേണ്ട പല തകർച്ചകളും ദുരന്തങ്ങളും ദുർമരണങ്ങളും അനർത്ഥങ്ങളൊക്കെ മാറിപ്പോയി. ദൈവത്തിൻ്റെ കരം നിന്നെ സഹായിക്കുന്നത് കൊണ്ടാത്. ഓരോ ദിവസവും കേൾക്കുന്ന വചനം, ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വചനമൊക്കെ കേൾക്കുന്നവരാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കാത്ത ഒരു 10 പേരെങ്കിലും വചനം കേൾക്കണം. നിങ്ങളിലൂടെ ആ വചനം അനേകർ കേൾക്കാൻ ഇടവരണം. കാരണം എന്നറിയാമോ, എന്നെ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടെന്നൊരു തോന്നലാണ്, ഒരു ബോധ്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ആ വചനം അനേകർക്ക് കൊടുക്കുമ്പം ലോകത്തുള്ള എല്ലാവരുടെയും ഇഷ്ടം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ആ എൻ്റെ മേൽ, ഈ പറയുന്ന എൻ്റെ മേൽ, ഈ ഷെയർ ചെയ്യുന്ന എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാതിരിക്കില്ല. അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ഒരിക്കലും പിണങ്ങത്തില്ല. ആ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടാവുക, അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളിലെത്തുന്നുണ്ട് തെറ്റാതെ. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ ഒക്കെ ശക്തമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ TV കാണുമ്പോഴേ കയ്യിലിരിക്കുന്ന റിമോട്ട്, TV ഇരിക്കുന്നത് ഇത്ര മീറ്റർ അപ്പുറത്താണ്. ആ സെറ്റിയിലോ കസേരയിലോ ഇരുന്ന റിമോട്ടിൻ്റെ ഒരു സ്വിച്ച് ഞെക്കുമ്പം, ചാനൽ മാറുമ്പം ആ റിമോട്ടും TVയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രകടമായ ഒരു വയറിങ്ങും ഇല്ല. പക്ഷെ ഒരു നെറ്റ്വർക്ക്, എന്തോ ഒരു സംഭവം പാസ് ചെയ്യുന്നുണ്ട്. കാണുന്നില്ലേലും ഒരു നെറ്റ്വർക്ക് അതിനകത്തുണ്ട്. ഇതുപോലെ ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുന്ന വ്യക്തിയിലും കുടുംബത്തിലും നിലനിൽക്കുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന ചില നെറ്റ്വർക്കുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവ സംരക്ഷണത്തിൻ്റെ, ദൈവം കൂടെയുള്ളതിൻ്റെ, ദൈവം കൈവിടാതെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിൻ്റെ ചില നല്ല അനുഭവങ്ങൾ ആ വീടിനകത്ത്, ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കും. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാമത്തെ വാക്യം ആദ്യമായിട്ടൊന്ന് കേട്ടെ. ഉൽപ്പത്തി 39:2. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് അടുത്ത വാക്യം എന്നറിയാമോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ പ്രത്യേകത, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ബൈബിളിൽ നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും ഉണ്ടോയെന്ന്. ഏതേലും 1-2 കാര്യത്തിലല്ല, 5-10 കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ദൈവം കൂടെയുള്ളപ്പോഴാണ് നിനക്ക് ശ്രേയസ്സുണ്ടാകുന്നത്, അനുഗ്രഹമുണ്ടാകുന്നത്. ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ചില സമയത്ത് ചിലർ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ കുറേ പേര് കൂടെ ഉണ്ടായിട്ട് എന്നാ കാര്യമെന്ന്. എന്നാൽ ദൈവം കൂടെ ഉണ്ടായിട്ട് എന്നാ കാര്യമെന്ന് ഒരിക്കലും പറയണ്ട, ഒരിക്കലും ചിന്തിക്കണ്ട. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും തകർച്ചയുണ്ടാകുമെന്നല്ല, വിഷമം ഉണ്ടാകുമെന്നല്ല, എല്ലാ കാര്യത്തിലും ശ്രേയസ് ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവും. പഠിക്കുന്ന ആളാണോ, ബിസിനസ്സാണോ, ജോലിയാണോ, നഴ്സാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ,
സാധാ എന്തെങ്കിലും ഒരു ചെറിയ ജോലി എടുക്കുന്ന ഒരാളാണോ? കൃഷിക്കാരനാണോ? അതോ ചെറിയ വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ മെക്കാനിക്കാണോ? ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണോ? ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ആളാണോ? എന്തുമാകട്ടെ, എന്ത് ലാബ് നടത്തുവാണോ? എന്തു പഠിക്കുവാകട്ടെ, കുടുംബജീവിതമാണോ, ശുശ്രൂഷയാണോ, എന്താ നീ ചെയ്യുന്നത്? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ശ്രേയസ്സുണ്ടാവും. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന നിങ്ങളിൽ അത് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നെ പുറകോട്ടല്ല, മുന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യത്തിലും ശ്രേയസ്സുണ്ടായി. 3-ാമത്തെ വാക്യമോ, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. അതിന് ഫ്ലെക്സ് നോട്ടീസൊന്നും അടിച്ചില്ലല്ലോ, വാട്സപ്പിൽ ഷെയറൊന്നും ചെയ്തില്ലല്ലോ. എൻ്റെ കൂടെ ദൈവമുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോന്നൊന്നും പറഞ്ഞില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് യജമാനന് നോട്ടീസ് അടിക്കാതെ, ഫ്ലെക്സ് അടിക്കാതെ തന്നെ മനസ്സിലായി. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടല്ലോ, ശത്രുക്കൾക്ക് പോലും മനസ്സിലാകും. നിന്നെ എതിർക്കുന്നവരും വിമർശിക്കുന്നവർക്ക് പോലും മനസ്സിലാകും. ഉള്ളിലെങ്കിലും പറയും, ദൈവമുണ്ട് ആ വ്യക്തിയുടെ കൂടെ, ആ കുടുംബം, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിലൊന്നും ഇങ്ങനെ കയറി വരത്തില്ല, അല്ലെങ്കിലൊന്നും ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ആ പിള്ളേരൊന്നും ഇങ്ങനെ രക്ഷപ്പെടത്തില്ല, ആ പരീക്ഷയ്ക്ക് പാസ്സാകത്തില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് പലരും മനസ്സിലാക്കാനിടവരും. ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ 5-10 മിനിറ്റ് വചനം പറയുന്നത് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണല്ലേ ഓരോ ദിവസവും ഓരോ വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക. ആ വചനത്തിൽ അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം സ്വീകരിക്കുന്നത് എൻ്റെ വാക്ചാതുര്യം കൊണ്ട്, ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ പ്രത്യേകത കൊണ്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ഒന്നുമല്ല, ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഈ ശുശ്രൂഷയുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടോ? ചെയ്യുന്ന കാര്യം 5 മിനിറ്റ് ആയാലും 10 മിനിറ്റേ ഉള്ളിലും 1 മിനിറ്റേ ഉള്ളിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് അനേകർ മനസ്സിലാക്കാനിടവരും. എല്ലാ കാര്യത്തിലും നിനക്ക് ശ്രേയസ്സുണ്ടാവും. ഇന്നു വരെ ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെയുള്ളപ്പോൾ ലഭിക്കാൻ തുടങ്ങും. ആ വാക്ക് കേട്ടെ, ഇന്നു വരെ ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ, ഇന്നു വരെ ലഭിക്കാത്ത ചില ശ്രേയസ്, ഇന്നു വരെ ലഭിക്കാത്ത ചില നന്മകൾ, സഹോദര, പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം ചേർത്ത് തരും. നന്മകളുണ്ടാവും. ഈസ്റ്റർ കഴിഞ്ഞ ഈ ദിവസം നമ്മൾ കേട്ട വചനമാണ്. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിൻ്റെ അയൽവാസികൾക്ക് മനസ്സിലാകും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിനക്കെതിരെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിൻ്റെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിൻ്റെ സഹശുശ്രൂഷകർക്ക് മനസ്സിലാകും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഈ ആലയത്തിൽ വരുന്നവർക്ക് മനസ്സിലാകും. കർത്താവേ, ഞങ്ങളുടെ ഈ ആലയത്തിൽ ഓരോ പ്രാർത്ഥനകളിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, നിയോഗത്തിൽ മുട്ടിന്മേലെഴഞ്ഞ് നേർച്ചയോടെ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത്, ഒത്തിരി ശുശ്രൂഷകളുണ്ട്. യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഇവിടെയുള്ള മനുഷ്യർ ശക്തമാണെന്നല്ല, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നതിൻ്റെ തെളിവാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ ആർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുക്കുന്നോ, ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാകട്ടോ നിനക്ക് നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരുന്നത്. നീ വചനം 100 പേർക്ക് 200 പേർക്ക് അയക്കുന്നു എന്നൊക്കെ പറയാറില്ലേ, അത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം നിൻ്റെ മേൽ വരും. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നീ കൊടുക്കുന്നത്, ദൈവത്തെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക്, അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവത്തെ കൊടുക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വ്യാഴം വെള്ളി ദിവസങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ധാരാളം ആളുകൾ വരുമായിരിക്കാം. എല്ലാവർക്കും അനുഭവമാകത്തക്ക വിധം ശുശ്രൂഷകളെ ക്രമീകരിക്കണമേ. ദൂരെ നിന്ന് വരുന്നവർ, സമീപത്തു നിന്ന് വരുന്നവർ, സമയം കണ്ടെത്തി ത്യാഗത്തോടെ വരുന്നവർ, സകലരെ അങ്ങ് കാക്കണമേ. ഈ ആലയത്തിൽ ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച ആയിരക്കണക്കിന് ആളുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ, നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ട് ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്ന ഒരാളും തകർന്നു പോകാൻ പാടില്ല. ഈ വചനം കേൾക്കുന്ന ഒരാളും നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഈ വചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. പ്രിയരെ, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത്? പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വളരെ ദുഃഖത്തിലൊക്കെ ആയിരിക്കും സംഭവിച്ചത്.
നമ്മുടെ പ്രാർത്ഥന വേണ്ടേ ഈ കാലഘട്ടത്തിൽ? ഇനി ഒരാളും, നമ്മളറിയുന്ന ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നു പോകാൻ അങ്ങനെ ഒരു നിലവിളി ഒരു വീട്ടിൽ നിന്ന് ഉയരരുത്. ഒത്തിരി പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, അതൊക്കെ മറികടന്ന് വരുന്നേ. അതിനെയൊക്കെ അതിജീവിക്കാൻ നിനക്ക് പറ്റും. മനസ്സുകൊണ്ട് നീ തളരണ്ട. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഈ ഇരുട്ട് മാറി വെളിച്ചം നിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കും. ഒരു സാക്ഷ്യം നീ പറഞ്ഞിരിക്കും. എല്ലാ രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ. നിൻ്റെ കുടുംബത്തെ സൂക്ഷിക്കട്ടെ. ആരും പിണക്കത്തിലോ വാശിയിലോ ദേഷ്യത്തിലോ ഒന്നും കഴിയണ്ട. ദൈവം അതിനെല്ലാം ഒരുമിച്ച് ചേർക്കട്ടെ. സ്നേഹത്തോടെ ആയിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങളിലൂടെ ഇന്നുവരെ വചനം കേട്ടിട്ടില്ലാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു 10 പേരെങ്കിലും വചനം കേൾക്കാൻ ഇടയാകട്ടെ. അതിലൂടെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം നിനക്ക് ലഭിക്കാനിടയാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിനക്ക് ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.